അടുത്ത സ്റ്റാമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുൾട്ടാൻ നഗരം കീഴടക്കിയതിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് 1948 പുറത്തിറക്കിയതാകുന്നു. സ്റ്റാമ്പിലെ ചിത്രം 1848ലെയും 1948ലെയും വേഷവിധാനത്തിലുള്ള ബഹാവൽപൂർ സൈനികരുടേതാകുന്നു. ബഹാവൽപൂർ രാജ്യാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാകുന്നു മുൾട്ടാൻ. മുൾട്ടാൻ ക്യാമ്പയിനെ അഥവാ മുൾട്ടാൻ പിടിച്ചടക്കിയ ആ യുദ്ധത്തെ സെക്കൻഡ് ആംഗ്ലോ സിഖ് യുദ്ധം എന്ന് വിളിക്കുന്നു. ബഹാവൽപൂർ രാജ്യവും അതിൽ നിർണായക പങ്ക് വഹിച്ചു. മുൾട്ടാൻ യുദ്ധം എങ്ങനെയുണ്ടായി, അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ വലിയൊരു കഥ തുടക്കം മുതൽ പറയേണ്ടി വരും. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ മഹാരാജ രഞ്ജിത് സിംഗ് പഞ്ചാബിലെ സിഖ് സാമ്രാജ്യം വികസിപ്പിച്ചു. 1818ൽ സമ്പന്നമായ മുൾട്ടാൻ നഗരം അഫ്ഗാൻ ഭരണത്തിൽ നിന്ന് പിടിച്ചെടുത്ത് അവിടെ സിഖ് സാമ്രാജ്യത്തിന്റെ ഗവർണറെ ദിവാൻ എന്ന പദവിയിൽ നിയമിച്ച് അദ്ദേഹത്തിന്റെ കീഴിലാക്കി അവിടുത്തെ ഭരണം. 1833ൽ അടുത്തുള്ള ബഹാവൽപൂർ രാജ്യവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബന്ധുത്വം സ്വീകരിച്ച് അഫ്ഗാൻ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു വരികയും മറ്റുള്ളവരെ ഭയക്കേണ്ടതില്ല എന്ന നില കൈവരിക്കുകയും ചെയ്തു. മഹാരാജ രഞ്ജിത് സിംഗിന്റെ സാമ്രാജ്യത്തിന് ചുറ്റും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബന്ധുക്കളുടെ പ്രദേശങ്ങളോ കമ്പനി നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ രഞ്ജിത് സിംഗിന്റെ രാജ്യവിപുലീകരണത്തിൽ കമ്പനിക്ക് ആശങ്കകളുണ്ടായിരുന്നു. സിഖ് സാമ്രാജ്യത്തിൽ കയറി ഇടപെടാൻ അവർ അവസരം കാത്തിരുന്നു. അവർക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. 1839ൽ മഹാരാജ രഞ്ജിത് സിംഗ് അന്തരിച്ചു. തുടർന്ന് സിഖ് സാമ്രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം ഗൂഢാലോചനക്കാരും ശക്തി കേന്ദ്രങ്ങളും ഛിദ്രതകളും തലപൊക്കി. പക്ഷെ ഇക്കാലത്ത് വേറെ ചില സാമൂഹിക മാറ്റങ്ങളും ഉണ്ടായി. പഞ്ചാബിലെങ്ങും സിഖ് മതപുരോഹിതർ സാധാരണ ജനങ്ങളോട് സിഖ് ക്ഷേമരാഷ്ട്രം സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വയം സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തു. ഇതിൽ പ്രചോദിതരായി സമ്പന്നർ തോക്കുകൾ വിലയ്ക്ക് വാങ്ങി ചെറിയ സ്വകാര്യ സൈന്യങ്ങൾ ഉണ്ടാക്കി. തീരദരിദ്രരായ കൃഷിക്കാർ ആചാരപ്രകാരമുള്ള കൃപാണവും ഉയർത്തി ആവശ്യമെങ്കിൽ രക്തസാക്ഷിയാകുവാൻ സ്വയം തയ്യാറായി മുന്നോട്ട് വന്നു. ഇവരെല്ലാം അതാത് പ്രദേശത്തെ പഞ്ചായത്തിന്റെ കീഴിൽ അണിനിരന്നു. നിത്യജീവിതത്തിൽ ധാരാളം ആയുധങ്ങൾ ധരിച്ചു നടക്കുന്ന ജനങ്ങൾ പഞ്ചാബിലെ ഒരു സാധാരണ കാഴ്ചയായി തീർന്നു. 1845 ആയപ്പോഴേക്കും സിഖ് സാമ്രാജ്യത്തിന്റെ സൈനിക ശക്തി 1.5 ലക്ഷം കടന്നു. പഞ്ചാബിലെ സ്ഥിതി അപകടകരമെന്ന് കമ്പനി വിലയിരുത്തി. അക്കാലത്ത് പഞ്ചാബിലെ മഹാരാജാവ് പരേതനായ രഞ്ജിത് സിംഗ് മഹാരാജാവിന്റെ ബാലനായ മകൻ ദുലീപ് സിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവ്, അതായത് മഹാരാജ രഞ്ജിത് സിംഗിന്റെ വിധവ മഹാറാണി ജിന്ദ് കൗർ മകനു വേണ്ടി റീജന്റായി പഞ്ചാബ് ഭരിക്കുകയായിരുന്നു. പഞ്ചാബിലെ സൈനിക ഘടകങ്ങൾ പല പ്രമാണിമാരുടെ നിയന്ത്രണത്തിലാണ് ഇരുന്നിരുന്നത്. അധികം താമസിയാതെ കമ്പനിയും സിഖ് ഭരണകൂടവുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണു. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി യുദ്ധം തുടങ്ങി. പഞ്ചാബിന്റെ പല ഭാഗങ്ങളിലും നടന്ന ധീരയുദ്ധങ്ങൾക്ക് ശേഷം 1846 മാർച്ച് 9 സിഖ് ഭരണകൂടം അവരുടെ തലസ്ഥാനമായ ലാഹോറിൽ വച്ച് കമ്പനിയുമായി ഒരു സന്ധി ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അത് പ്രകാരം പഞ്ചാബിലെ ബീസ് നദിയുടെയും സുത്ലജ് നദിയുടെയും മധ്യത്തിലുള്ള കര കമ്പനിക്ക് വിട്ടുകൊടുക്കേണ്ടതായി വന്നു. പോരാത്തതിന് 1.5 കോടി രൂപ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് സമ്മതിക്കേണ്ടതായും വന്നു. 1.5 കോടി രൂപ തൽക്കാലം കയ്യിലില്ലാത്തത് കൊണ്ട് സിഖ് സാമ്രാജ്യത്തിന്റെ ഭാഗമായ കാശ്മീർ, ഹസാര മുതലായ പ്രദേശങ്ങളും ബീസ് നദിയുടെയും സിന്ധു നദിയുടെയും മധ്യത്തിലുള്ള കരയും അതിലുള്ള കോട്ടകളും കൃഷിഭൂമികളും തോട്ടങ്ങളും സമസ്ത അവകാശങ്ങളും കൂടി 1 കോടി രൂപ മൂല്യം കണക്കാക്കി കമ്പനിക്ക് കൈമാറി. ബാലനായ ദുലീപ് സിംഗിനെ തന്നെ പഞ്ചാബിലെ മഹാരാജാവായി കമ്പനി അംഗീകരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ മാതാവിനെ 1.5 ലക്ഷം രൂപ പെൻഷൻ നൽകി ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തി. പഞ്ചാബിന്റെ ഭരണം ലാഹോറിൽ ഒരു ഇംഗ്ലീഷ് റെസിഡന്റിന്റെ കീഴിൽ ഒരു റീജൻസി കൗൺസിലിന്റെ സഹായത്തോടെ ആക്കി മാറ്റി. പഞ്ചാബിന്റെ ഓരോ മുക്കിലും മൂലയിലും ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഏജന്റുമാരെയും നിയമിച്ചു. ഫലത്തിൽ പഞ്ചാബ് പൂർണ്ണമായും കമ്പനിയുടെ നിയന്ത്രണത്തിലായി. 2 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഉടമ്പടി പ്രകാരം കമ്പനിക്ക് പഞ്ചാബ് ഭരണകൂടം കൊടുക്കാം എന്നേറ്റ 1.5 കോടി രൂപയിൽ 1 കോടി രൂപയ്ക്ക് തുല്യമായ ഭൂമി കൊടുത്തു കഴിഞ്ഞു. ഇനി 1/2 കോടി രൂപ കൊടുക്കുവാൻ ബാക്കിയുണ്ട്. അതിലേക്കായി ബ്രിട്ടീഷുകാർ പഞ്ചാബിൽ നിന്ന് നികുതി പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1847ൽ ലാഹോറിലെ ഇംഗ്ലീഷ് റെസിഡന്റ് നികുതി വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഇതിനെതിരെ പരക്കെ പ്രതിഷേധമുയർന്നു. പ്രധാനമായിട്ടും മുൾട്ടാനിൽ നിന്ന് വലിയ എതിർപ്പ് നേരിട്ടു. മുൾട്ടാൻ നഗരം സ്ഥിതി ചെയ്യുന്നത് പുരാതനമായ ഒരു വാണിജ്യ പാതയിലായിരുന്നു. സുഗന്ധദ്രവ്യങ്ങൾ, സിൽക്ക്, കോട്ടൺ തുണിത്തരങ്ങൾ, ലോഹങ്ങൾ മുതലായവ ഈ പാതയിലൂടെ വിനിമയം ചെയ്യപ്പെട്ടിരുന്നു. ഈ നഗരം ഒരു പ്രധാന വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു. മുൾട്ടാനിൽ നിന്ന് പിരിക്കേണ്ട നികുതികളുടെ കാര്യത്തിൽ മുൾട്ടാനിലെ ഗവർണറായ ദിവാൻ മുൽരാജുമായി തർക്കമുണ്ടായി. ക്ഷുഭിതനായ ലാഹോറിലെ ഇംഗ്ലീഷ് റെസിഡന്റ് സർദാർ കഹൻ സിംഗ് എന്നൊരാളെ മുൾട്ടാനിലെ പുതിയ ഗവർണറായി പ്രഖ്യാപിക്കുകയും ലഫ്റ്റനന്റ് പാട്രിക് വാൻസ് ആഗ്നുവിനെ മുൾട്ടാനിലെ പൊളിറ്റിക്കൽ ഏജന്റായി നിയമിക്കുകയും ചെയ്തു. തുടർന്ന്
മുൾട്ടാനിലെ ഭരണവും കോട്ടയുടെ താക്കോലും ദിവാൻ മുൽരാജിൽ നിന്ന് കയ്യേൽക്കുന്നതിനായി ലാഹോറിൽ നിന്ന് സർദാർ കഹൻ സിംഗും ആഗ്ന്യുവും ആൻഡേഴ്സൺ എന്ന ഒരു ഇംഗ്ലീഷ് ഓഫീസറും ഒരു ചെറുസംഘം ഗൂർഖകളോടൊപ്പം മുൾട്ടാനിൽ എത്തിച്ചേർന്നു. അടുത്ത ദിവസം ദിവാൻ മുൽരാജിനെ മുൾട്ടാൻ കോട്ടയിൽ സന്ദർശിച്ച് കാര്യം അവതരിപ്പിച്ച ഈ സംഘത്തിന് എതിർപ്പൊന്നും കൂടാതെ തന്നെ മുൾട്ടാൻ കോട്ടയുടെയും ഖജാനാവിന്റെയും താക്കോലുകൾ മുൽരാജ് കൈമാറി. അതും കൊണ്ട് കോട്ടയുടെ പുറത്തിറങ്ങിയപ്പോൾ മുൽരാജിന്റെ ഏതാനും അനുയായികൾ സർദാർ കഹൻ സിംഗ് ഒഴികെയുള്ളവരെ ആക്രമിച്ചു. പരിക്കേറ്റ ഇവർ ഓടി രക്ഷപ്പെട്ട് നഗരത്തിന് പുറത്തുള്ള ഒരു മുസ്ലിം പള്ളിയിൽ കയറി ഒളിച്ചിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ലാഹോറിലുള്ള ഇംഗ്ലീഷ് റെസിഡന്റിനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആൻഡേഴ്സൺ 2 കത്തുകൾ എഴുതി തയ്യാറാക്കി. കൂടെയുണ്ടായിരുന്ന ഒരു സൈനികനെ കുതിരപ്പുറത്ത് ഒരു കത്തുമായി ലാഹോറിലേക്ക് പതിവ് വഴിയിലൂടെ പറഞ്ഞയച്ചു. അടുത്ത കത്തുമായി മറ്റൊരു സൈനികനെ കുതിരപ്പുറത്ത് സിന്ധു നദീതീരത്തു കൂടി വളഞ്ഞു ചുറ്റിയുള്ള വേറൊരു വഴിയിലൂടെ ലാഹോറിലേക്ക് അയച്ചു. ഏതെങ്കിലും ഒരു കത്ത് ലാഹോറിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ചെയ്തത്. അടുത്ത ദിവസം ദിവാൻ മുൽരാജിന്റെ അനുയായികൾ ഇവരെ കണ്ടുപിടിക്കുകയും കഹൻ സിംഗ് ഒഴികെയുള്ളവരെ വധിക്കുകയും ചെയ്തു. മുൽരാജ് മുമ്പാകെ ലാഹോറിലെ റെസിഡന്റിന്റെ സന്ദേശം ഉറക്കെ വായിച്ചത് ആഗ്നു ആയിരുന്നു. അക്കാരണത്താൽ ആഗ്നുവിന്റെ തല വെട്ടിയെടുത്ത് കഹൻ സിംഗിന്റെ കയ്യിൽ ലാഹോറിലേക്ക് ഇംഗ്ലീഷ് റെസിഡന്റിനുള്ള സമ്മാനമായി കൊടുത്തയച്ചു. സ്വാഭാവികമായും ഈ പ്രവൃത്തി മുൾട്ടാൻ ആക്രമിക്കുവാൻ കമ്പനിക്ക് ഒരു കാരണമായി തീർന്നു. ഇതിനിടയിൽ സിന്ധു നദീതീരത്ത് കൂടി ലാഹോറിലേക്ക് എഴുത്തുമായി പോയ ദൂതനെ വഴിക്കുവെച്ച് ബന്നുവിലെ പൊളിറ്റിക്കൽ ഏജന്റായ ഹെർബർട്ട് എഡ്വേർഡീസ് യാദൃച്ഛികമായി കാണുകയും സന്ദേശം വാങ്ങി വായിക്കുകയും ചെയ്തു. മുൾട്ടാനിൽ നിന്ന് 400 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ബന്നു ഒരു പഷ്തൂൺ ഗോത്രമേഖലയാകുന്നു. അന്നത്തെ കാലത്ത് കമ്പനിക്ക് അവിടെ ആകെ ഉണ്ടായിരുന്നത് പൊളിറ്റിക്കൽ ഏജന്റായ ഇദ്ദേഹവും ഏതാനും സെക്യൂരിറ്റി ഗാർഡ്സും ഭൃത്യന്മാരും മാത്രമായിരുന്നു. അവിടെ റോഡുകളും കനാലുകളും നിർമ്മിച്ച് കൃഷി വികസിപ്പിക്കുന്നതിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവനും. ബന്നുവിൽ നല്ല ജനസമ്മതി ഉണ്ടായിരുന്ന സാഹസികനായ ഒരു യുവാവായ എഡ്വേർഡീസ് മുകളിൽ നിന്നുള്ള ഉത്തരവിന് കാത്തുനിൽക്കാതെ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പഷ്തൂൺകാരും മറ്റുള്ളവരും ഉൾപ്പെടുന്ന കൂലിപ്പടയാളികളുടെ ഒരു സൈന്യം സംഘടിപ്പിച്ച് മുൾട്ടാൻ ആക്രമിക്കുവാൻ തയ്യാറെടുത്തു. എന്നാൽ മഴക്കാലം കഴിയുന്നതുവരെ സൈനിക നീക്കം നടത്തേണ്ട എന്ന ഒരു തീരുമാനമായിരുന്നു ലാഹോറിലെ ഇംഗ്ലീഷ് റെസിഡന്റ് എടുത്തത്. ആ തീരുമാനം ബംഗാളിലെ സുപ്രീം ഗവൺമെന്റ് ശരിവയ്ക്കുകയും ചെയ്തു. എതിർപ്പുകൾ വകവയ്ക്കാതെ മഴക്കാലം തുടങ്ങുന്ന ജൂൺ ആദ്യവാരം തന്നെ എഡ്വേർഡീസ് തന്റെ കൂലിപ്പട്ടാളക്കാരുടെ സൈന്യത്തെ നയിച്ചുകൊണ്ട് 400 കിലോമീറ്റർ അകലെയുള്ള മുൾട്ടാനിലേക്ക് അതിവേഗം പുറപ്പെട്ടു. വഴിയിലെ പ്രധാന വെല്ലുവിളി ചെനാബ് നദി കടക്കുക എന്നുള്ളതായിരുന്നു. മഴക്കാലം ശക്തിപ്പെടുന്നതിന് മുമ്പ്, അതായത് നദി കര കവിഞ്ഞൊഴുകുന്നതിന് മുൻപ് ജൂൺ 18 തന്നെ ചെനാബ് നദി മുറിച്ചു കടക്കാൻ ഇവർക്ക് സാധിച്ചു. മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവരെ മുൾട്ടാൻ നഗരത്തിന്റെ 12 കിലോമീറ്റർ വടക്ക് വെച്ച് ദിവാൻ മുൽരാജിന്റെ സൈനികർ ഏതാനും പീരങ്കികൾ ഉപയോഗിച്ച് തടഞ്ഞു നിർത്തി. ഒരു പകൽ മുഴുവനും അവർക്ക് പതുങ്ങിയിരിക്കേണ്ടി വന്നു. മുൽരാജിന്റെ കാലാൾപ്പട ഇവരെ നേരിടാനായി മുൾട്ടാൻ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നാൽ ഭാഗ്യം എഡ്വേർഡീസിന്റെ കൂടെയായിരുന്നു. കേണൽ വാൻ കോട്ട്ലാൻഡ് എന്ന ഭാഗ്യാന്വേഷിയായ ഒരു ആംഗ്ലോ ഇന്ത്യന്റെ നേതൃത്വത്തിൽ പീരങ്കികൾ ഉൾപ്പെടുന്ന ഒരു സൈന്യം ആ സമയത്ത് അവിടെ വന്നു ചേർന്നു. അവരുടെ പീരങ്കികൾ മുൾട്ടാൻ സൈന്യത്തിന് വൻ നാശം വരുത്തി. മുൽരാജിന്റെ പീരങ്കികളെ പേടിക്കേണ്ട എന്നൊരു സ്ഥിതി വന്നപ്പോൾ എഡ്വേർഡീസിന്റെ പഷ്തൂൺ കൂലിപ്പടയാളികൾ വർദ്ധിത വീര്യത്തോടെ കടന്നാക്രമിച്ചു. മുൽരാജിന്റെ പടയാളികൾക്ക് പീരങ്കികൾ ഉപേക്ഷിച്ച് മുൾട്ടാൻ കോട്ടയിലേക്ക് പിന്മാറേണ്ടി വന്നു. ദിവാൻ മുൽരാജിന്റെ 500 ഭടന്മാരാണ് അന്നവിടെ മരിച്ചു കിടന്നിരുന്നത്. മുൾട്ടാൻ ആക്രമിക്കുവാനുള്ള എഡ്വേർഡീസിന്റെ ഏകപക്ഷീയമായ തീരുമാനം ആദ്യം അറിഞ്ഞപ്പോൾ ലാഹോറിലെ ഇംഗ്ലീഷ് റെസിഡന്റ് ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും കടുത്ത നീരസം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. മഴക്കാലത്തെ സൈനിക നീക്കത്തിന് വിജയസാധ്യത കുറവാണെന്നതായിരുന്നു കാരണം. എന്നാൽ എഡ്വേർഡീസ് സ്വന്തം നിലയിൽ മുൾട്ടാനെതിരെ ആദ്യ വിജയം നേടിയ വാർത്തയറിഞ്ഞപ്പോൾ ലാഹോറിലെ ഇംഗ്ലീഷ് റെസിഡന്റ് ബംഗാളിലെ സുപ്രീം ഗവൺമെന്റുമായി കൂടിയാലോചിച്ച് എഡ്വേർഡീസിനെ മഴക്കാലത്ത് മിതമായ രീതിയിൽ പിന്തുണയ്ക്കുവാൻ തീരുമാനിച്ചു. അതിന്റെ ഫലമായി ജനറൽ വിഷിന്റെ നേതൃത്വത്തിൽ കമ്പനിയുടെ ബംഗാൾ സൈന്യത്തിന്റെ ഒരു ഘടകം മുൾട്ടാനിലെത്തി. മുൾട്ടാൻ കോട്ട എന്ന് പറയുന്നത് മുൾട്ടാൻ നഗരത്തിന്റെ ചുറ്റുമുള്ള കോട്ടമതിലാണ്. അത് വളരെ ഉയരമുള്ളതും പീരങ്കികൾ ഉറപ്പിച്ച അനേകം കൊത്തളങ്ങൾ ഉള്ളതുമാകുന്നു. കോട്ടയുടെ അസാമാന്യ വലിപ്പം കാരണം എല്ലാ ഭാഗത്തു നിന്നും ഉപരോധിക്കാൻ കമ്പനി സൈന്യത്തിനും കൂലിപ്പടയാളികൾക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഉപരോധമില്ലാത്ത ഭാഗത്തുള്ള വാതിലുകൾ വഴി കോട്ടയ്ക്കുള്ളിലേക്ക് ധാന്യം, വെടിമരുന്ന്, പുതിയ പടയാളികൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ പ്രവഹിച്ചു കൊണ്ടിരുന്നു. ഇത്തരത്തിലുള്ള ഉപരോധം കൊണ്ട് മുൽരാജിനെ മുട്ടുകുത്തിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ലാഹോറിലെ ഇംഗ്ലീഷ് റെസിഡന്റ് ബഹാവൽപൂർ നവാബിനോട് അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ ഒരു ഘടകത്തെ മുൾട്ടാനിലേക്ക് അയക്കുവാൻ നിർദ്ദേശിച്ചു. അതുപ്രകാരം ബഹാവൽപൂരിന്റെ 1900 കുതിരപ്പടയാളികളും 5700 കാലാൾ പടയാളികളും മുൾട്ടാനിൽ ബ്രിട്ടീഷ് പക്ഷത്ത് എത്തിച്ചേർന്നു.
കൂടാതെ ഷേർ സിംഗ് അഠാരിവാല എന്ന ഒരു സിഖ് പ്രമാണിയുടെ നേതൃത്വത്തിൽ ഒരു സിഖ് സൈന്യത്തെ മുൾട്ടാനെതിരെ നിയോഗിച്ചു. ഈ തീരുമാനം വലിയൊരു അബദ്ധമായി തീരുമെന്ന് തുടക്കത്തിലെ തന്നെ പല ഇംഗ്ലീഷ് ജൂനിയർ ഓഫീസർമാരും അഭിപ്രായപ്പെട്ടിരുന്നു. അവരുടെ സംശയം ശരിയാവുകയും ചെയ്തു. മുൾട്ടാനിലെത്തി അധികം താമസിയാതെ ഷേർ സിംഗ് 3300ഓളം വരുന്ന തന്റെ കുതിരപ്പടയാളികളെയും 900ഓളം വരുന്ന കാലാൾ പടയാളികളെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ കലാപം തുടങ്ങി. ഇതുകാരണം കമ്പനിക്ക് മുൾട്ടാൻ ഉപരോധം 2 മാസത്തേക്ക് നിർത്തിവെക്കേണ്ടതായി വന്നു. മുൾട്ടാൻ വിട്ടുപോകരുത് എന്ന മുൾരാജിന്റെ അഭ്യർത്ഥനകൾ അവഗണിച്ച് ഷേർ സിംഗ് തന്റെ സൈന്യത്തെയും കൊണ്ട് തന്റെ പിതാവിന്റെ ശക്തി കേന്ദ്രമായ ഹസാരയിലേക്ക് പുറപ്പെട്ടു. ഇവർ പോയതിന്റെ പുറകെ കമ്പനിയുടെ ബോംബെ സൈന്യത്തിന്റെ ഒരു ഘടകം മുൾട്ടാനിൽ എത്തിച്ചേർന്നു. ഉപരോധം പുനരാരംഭിച്ചു. അങ്ങനെ 1848 ഡിസംബർ 27-ാം തീയതി മുൾട്ടാൻ കോട്ടയുടെ വെറും 240 അടി അകലത്തിൽ പീരങ്കികൾ ഉറപ്പിക്കുവാൻ കമ്പനി സൈന്യത്തിന് കഴിഞ്ഞു. തുടർന്ന് നടന്ന ശക്തമായ ആക്രമണത്തിൽ കോട്ടമതിലിൽ 2 ഭാഗത്ത് വിള്ളലുകൾ രൂപപ്പെട്ടു. ഡിസംബർ 30-ാം തീയതി കോട്ടയ്ക്കുള്ളിലെ വെടിമരുന്ന് സംഭരണശാല ഒരു ബ്രിട്ടീഷ് മോർട്ടാർ ഷെൽ പതിച്ചതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചു. 180 ടൺ വെടിമരുന്ന് ഒന്നിച്ച് കത്തിയമർന്നുണ്ടായ ആ മഹാസ്ഫോടനത്തിൽ മുൾരാജിന്റെ 800 ഭടന്മാരും ചാമ്പലായി. 19-ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ സ്ഫോടനമായി ഇത് കണക്കാക്കപ്പെടുന്നു. 1849 ജനുവരി 2-ാം തീയതി കോട്ടമതിലിലെ വിടവിലൂടെ ഇരച്ചു കയറിയ ബ്രിട്ടീഷ് പക്ഷ പോരാളികൾ നഗരത്തിനകത്തെ തെരുവുകളിൽ യുദ്ധം തുടങ്ങി. സൈനികരും സാധാരണക്കാരും ഒരുപോലെ മരിച്ചു വീണു. ജനുവരി 22-ാം തീയതി മുൾരാജും അവശേഷിക്കുന്ന 550 സൈനികരും നിരുപാധികം കീഴടങ്ങി. യുദ്ധാനന്തര മുൾട്ടാൻ നഗരത്തിലെ കാഴ്ചകൾ ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിലെമ്പാടും ശവശരീരങ്ങൾ ചെറിയ കുന്നുകൾ പോലെ കൂട്ടിയിട്ടിരിക്കുന്നു. പട്ടികൾ അവ കടിച്ചു വലിക്കുന്നു. എങ്ങും ദുർഗന്ധം പ്രവഹിക്കുന്നു. കോടിക്കണക്കിന് ഈച്ചകൾ നഗരത്തിൽ പെറ്റുപെരുകിയിരിക്കുന്നു. മുൾരാജിന്റെ ഖജാനാവ് കമ്പനി പിടിച്ചെടുത്തു. അതിന് 30 ലക്ഷം രൂപ മൂല്യമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു വലിയ സംഖ്യയായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലെഡ്ജറിൽ ബൂട്ടി എന്ന ഇനത്തിൽ അത് വരവ് വെച്ചിട്ടുണ്ട്. മുൾട്ടാൻ നഗരം കൂലിപ്പടയാളികൾ കൊള്ളയടിച്ചു. ആ വർഷം ഓഗസ്റ്റിൽ, അതായത് 1849 ഓഗസ്റ്റിൽ സിന്ധു ചെനാബ് നദികൾ വലിയ വെള്ളപ്പൊക്കം മൂലം കര കവിഞ്ഞൊഴുകി. കനത്ത മഴയിൽ കുതിർന്നു നിന്നിരുന്ന മുൾട്ടാൻ കോട്ടയുടെ അവശിഷ്ടങ്ങൾ വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായി തകർന്നു വീണു. സമ്പന്നവും മനോഹരവും സുരക്ഷിതവുമായിരുന്ന മുൾട്ടാൻ നഗരം ഇപ്പോൾ ഒരു പ്രേത നഗരം പോലെ തോന്നിച്ചു. സ്വന്തം നിലയിൽ മുൾട്ടാൻ ആക്രമിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട എഡ്വാർഡീസിനെ ഇംഗ്ലീഷ് ലോകം ഹീറോ ഓഫ് മുൾട്ടാൻ എന്ന് വാഴ്ത്തി പുകഴ്ത്തി. ആഗ്നുവിന്റെയും ആൻഡേഴ്സണിന്റെയും കൊലപാതകത്തിന് ഉത്തരവാദി എന്ന നിലയിൽ മുൾരാജിനെ കമ്പനി വിചാരണ ചെയ്തു. എന്നാൽ ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് മുൾരാജ് അസുഖബാധിതനായി മരണപ്പെട്ടു. വിശ്വസ്തരായ ഭൃത്യന്മാർ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി ഗംഗാതീരത്ത് അഗ്നിയിൽ സമർപ്പിച്ചു. പക്ഷേ മുൾരാജ് കൊളുത്തിയ തീ പഞ്ചാബ് മുഴുവൻ പടർന്നു. അത് സെക്കൻഡ് ആംഗ്ലോ സിഖ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു. അനന്തരം സിഖ് സാമ്രാജ്യം എന്നേക്കുമായി നാമാവശേഷമായി. ബാലനായ ദുലീപ് സിംഗ് മഹാരാജാവിന്റെ മാതാവിനെ കമ്പനി തടവിലാക്കി. ദുലീപ് സിംഗിനെ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി മതം മാറ്റി കമ്പനി ചിലവിൽ അവിടെ താമസിപ്പിച്ചു. ലാഹോർ ഖജാനാവിലെ അമൂല്യ നിധിയായ കോഹിനൂർ രത്നം ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിക്ക് സമ്മാനിക്കപ്പെട്ടു. മുൾട്ടാൻ യുദ്ധത്തിൽ കമ്പനി സൈന്യത്തോടൊപ്പം ബഹാവൽപൂർ സൈന്യവും തുടക്കം മുതൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൾട്ടാൻ യുദ്ധവിജയത്തിന്റെ ശതാബ്ദി അനുസ്മരിക്കുന്നതിനായി തപാൽ സ്റ്റാമ്പ് ഇറക്കുവാൻ ബഹാവൽപൂരിന് ന്യായമായ എല്ലാ അവകാശങ്ങളും ഉണ്ട്. സ്റ്റാമ്പിനു വേണ്ടി പല ചിത്രങ്ങൾ പരിഗണിച്ച ശേഷം ഒരു ഫിലാറ്റലിസ്റ്റ് കൂടിയായ അമീർ തിരഞ്ഞെടുത്തത് 1848-ലെയും 1948-ലെയും വേഷവിധാനത്തിലുള്ള ബഹാവൽപൂർ സൈനികരുടെ ചിത്രമായിരുന്നു. 100 വർഷം കൊണ്ട് സൈനികർക്ക് സംഭവിച്ച മാറ്റം മനോഹരമായി ചിത്രത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു.